ഒളിമ്പിക്സ് ഇപ്പോൾ ഈ വർഷം ഒളിമ്പിക്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാത്രമല്ല നേരത്തെ കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇസ് എ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്? നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെയാണ് വരിക? മണിപ്പൂർ, പഞ്ചാബ്, മധ്യപ്രദേശ് ഓർ അസാം? എവിടെയാണ്? മണിപ്പൂരിലാണ് കേട്ടോ. ഓപ്ഷൻ എ മണിപ്പൂരിലാണ് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻട്രിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ മൂന്നാമത്തെ സെഷനുമായിട്ടാണ്. കഴിഞ്ഞ 2 സെഷൻ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെഷനിലും 2 സബ്ജക്ട്സ് എടുത്തിട്ട് ആ 2 സബ്ജക്റ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ സബ്ജക്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പോർട്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്പോർട്സിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സ്പോർട്സിൽ നിന്നുള്ള ഒരു 20-25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സമയം കളയേണ്ട, നമുക്ക് സെഷനിലോട്ട് എടുക്കാം. സോ ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വർ ദ 36th നാഷണൽ ഗെയിംസ് ഹെൽഡ്? 36ാമത്തെ നാഷണൽ ഗെയിംസ് എവിടെ വെച്ച് നടന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണ് ഇത് നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇത് നേരത്തെ ചോദ്യമാണ്. ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 37ാമത്തതും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, 2023 നടന്നത് 37th നാഷണൽ ഗെയിമാണ്. അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യം നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ നോക്കാം. സോ 36th നാഷണൽ ഗെയിംസ് നടന്നിരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ് 36th നാഷണൽ ഗെയിംസ്. ആൻഡ് 37th നാഷണൽ ഗെയിം നടന്നത് ഗോവയിലാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ നാഷണൽ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. ഒക്ടോബർ 26 തൊട്ട് നവംബർ 9 വരെയാണ് നാഷണൽ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഓക്കെ, നൗ ഈ നാഷണൽ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ സ്റ്റേറ്റ്, അതായത് 37ാമത്തെ നാഷണൽ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽസ് നേടിയത് മഹാരാഷ്ട്രയാണ് കേട്ടോ. 228 മെഡൽസ്. മോട്ടോ എന്തായിരുന്നു? ഗെറ്റ് സെറ്റ് ഗോവ. നമ്മൾ ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയത്തില്ലേ, അതിന് പകരം ഗെറ്റ് സെറ്റ് ഗോവ എന്നായിരുന്നു. മാസ്കോട്ട് മൊഗ ഇന്ത്യൻ ബൈസൺ ആണ്. ക്ലിയർ? അപ്പോൾ 36ാമത്തേത് നമ്മൾ പറഞ്ഞു, 37ാമത്തതും പറഞ്ഞു. 36ാമത്തത് ഗുജറാത്തും 37ാമത്തത് ഗോവ. അതായത് ലാസ്റ്റ് നടന്നിരിക്കുന്നത് 37th ആണ്, അത് ഗോവയിലാണ്. ഏറ്റവും അധികം മെഡൽസ് നേടിയത് മഹാരാഷ്ട്രയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. ദ വെന്യൂ ഓഫ് 2020 ഒളിമ്പിക് ഗെയിംസ്. ഇപ്പം നമ്മുടെ 2024 ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസിലാണ് നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അതിൽ മെഡൽസിൻ്റെ ഒക്കെ ആ ഒരു ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടിയെന്നൊക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. സോ 2020 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? മറന്നിട്ടില്ലല്ലോ. ഇതിന് മുന്നത്തെ ഒളിമ്പിക്സ് ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു അല്ലേ? ജപ്പാനിലെ ടോക്കിയോയിലാണ് ഇതിൻ്റെ മുന്നത്തെ ഒളിമ്പിക്സ് 2020 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. ഏറ്റവും അധികം ഒളിമ്പിക്സ് ഗെയിംസ് ഹോസ്റ്റ് ചെയ്ത കൺട്രി USA. ഏറ്റവും അധികം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് USA ആണ്, 8 പ്രാവശ്യം. കഴിഞ്ഞത് 32nd ഒളിമ്പിക്സ് ആയിരുന്നു. 2020 നടന്നത് 32nd ഒളിമ്പിക്സ് ആയിരുന്നു, ടോക്കിയോയിൽ വെച്ച് നടന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സ് 33rd എഡിഷൻ ആണ്. 2024 സമ്മർ ഒളിമ്പിക്സ് പാരീസിലാണ്. അടുത്തത് 4 വർഷത്തിന് ശേഷം 4 ഇയറിലല്ലേ നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് 34th എഡിഷൻ ആയിരിക്കും 2028 കാലിഫോർണിയ USA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Dash became the first swimmer from India to breach the Olympic qualification time in swimming as he capped the qualification period with an outstanding performance in the Sette Colli Trophy in Rome, Italy, June 2021. So Olympics qualification time break ചെയ്ത് ഫസ്റ്റ് സ്വിമ്മർ ഫ്രം ഇന്ത്യ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2021 ആരാണ്? സാജൻ പ്രകാശ് ആണ്. ഓക്കെ, സാജൻ പ്രകാശ്. അടുത്തത് സിംഹരാജ് അധാന. സിംഹരാജ് അധാന പേരൊക്കെ കേട്ട് കാണും നമ്മൾ. നിങ്ങൾ ഒളിമ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 2020 ഒളിമ്പിക്സും പാരാഒളിമ്പിക്സും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി വളരെ ഫേമസ് ആണ്. സോ സിംഹരാജ് അധാന ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? ഷൂട്ടിംഗ് ആണ് കേട്ടോ, ഷൂട്ടിംഗ്. സോ he is an Indian para-Olympian and a shooter. കഴിഞ്ഞത് അതായത് 2020 സമ്മർ ഒളിമ്പിക്സിൻ്റെ അകത്ത് പാരാഒളിമ്പിക്സിൻ്റെ അകത്ത് ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു, സിൽവർ മെഡലും നേടിയിട്ടുണ്ടായിരുന്നു, 2 കാറ്റഗറിയിലായിട്ട്.
ഇപ്പോഴും ഉണ്ട് അല്ലേ. ഇപ്രാവശ്യത്തെ മനു ഭാക്കേറിനും 2 കാറ്റഗറിയിലായിട്ട് ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ബ്രോൺസ് മെഡലും ഒരു സിൽവർ മെഡലുമാണ് സിംഹരാജ ധാനയ്ക്ക് 2020 സമ്മർ ഒളിമ്പിക്സിൽ പാരാ ഒളിമ്പിക്സിൽ ലഭിച്ചത്. Shri Om Prakash Mitharwal was in news for being conferred with Arjuna Award 2022 for his outstanding contribution in which of the following sports? So sports persons ഏത് സ്പോർട്ടിനോട് റിലേറ്റഡ് ആണ് എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. നമുക്ക് പൊതുവേ അറിയുന്നത് മിക്ക ആൾക്കാർക്കും കുറേ ക്രിക്കറ്റേഴ്സിൻ്റെ പേര് അറിയാമായിരിക്കും, പിന്നെ കുറച്ച് ഫുട്ബോൾ പ്ലെയേഴ്സും ഹോക്കി പ്ലെയേഴ്സൊക്കെ അറിയാം അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള ഷൂട്ടിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ജാവലിൻ ത്രോപ്പിന് ഇപ്പോൾ എല്ലാവർക്കും നീരജ് ചോപ്ര അറിയാമായിരിക്കും, സ്പ്രിൻറ്റേഴ്സ്, ബാക്കിയുള്ള ഗെയിംസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി അതിൽ നിന്ന് മെഡലൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശ്രീ ഓം പ്രകാശ് മിഥർവാലിനെ പറ്റിയാണ്. അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു 2022. ഏത് സ്പോർട്സ് ആണ്? അദ്ദേഹവും ഷൂട്ടിങ്ങിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഇന്ത്യൻ ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്, എഴുതി വെച്ചോളൂ. സൗരഭ് ചൗധരി, ജിത്തു റായ്, അഭിഷേക് വർമ്മ, ദിവ്യാൻഷ് സിംഗ് പൻവാർ, സഞ്ജീവ് രാജ്പൂത്, ദീപക് കുമാർ, അങ്കദ് ബാജ്വ, മൈരാജ് അഹമ്മദ് ഖാൻ, വിജയ് കുമാർ, ഗഗൻ നാരംഗ് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒളിമ്പിക് മെഡലൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ്. അഭിനവ് ബിന്ദ്ര എല്ലാവർക്കും അറിയാം, ഗോൾഡ് മെഡൽ നേടിയിരുന്നു. സിംഹരാജ് അധാന ഇപ്പം നമ്മൾ പറഞ്ഞു. മനു ഭാക്കേർ ഇപ്പോഴത്തെ നമ്മുടെ 2024 ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട്. സരബ്ജോത് സിംഗ്, രണ്ടുപേരും കൂടി ഡബിൾസിൽ ലഭിച്ചിരുന്നു അല്ലേ. മനു ഭാക്കേർ ആൻഡ് സരബ്ജോത് സിംഗിന് ബ്രോൺസ് മെഡൽ ഒരുമിച്ച് ഡബിൾസിൽ ലഭിച്ചിരുന്നു. സ്വപ്നിൽ കുസേലിനും ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. നമ്മുടെ CGLൻ്റെ സ്പെഷ്യൽ ബാച്ച് ആപ്പിൽ പൊക്കോണ്ടിരിപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ CGLനെ പറ്റി കൂടുതലായി പഠിക്കാനും അതിനൊരു സപ്പോർട്ടൊക്കെ വേണം. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല, ഒരു മെൻറ്ററിൻ്റെ അണ്ടർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ താല്പര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ ഫർദർ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ വെൽ ട്രെയിൻ ഫാക്കൽറ്റി അണ്ടർ വരുന്ന ക്ലാസ്സസ് ആണ്. ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ബാങ്ക് തന്നെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇസ് എ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്? നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെയാണ് വരിക? മണിപ്പൂർ, പഞ്ചാബ്, മധ്യപ്രദേശ് ഓർ അസാം? എവിടെയാണ്? മണിപ്പൂരിലാണ് കേട്ടോ. ഓപ്ഷൻ എ മണിപ്പൂരിലാണ് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. National Sports University, it's a central university located in Imphal, Manipur, with specialization in sports. Prime Minister Narendra Modi laid foundation stone for National Sports University on 16th March 2018. ഇതിന്റെ വൈസ് ചാൻസലർ ഉഷ എസ് നായരാണ്. 2021 the Indian men's cricket team defeated Australia at the Gabba Stadium in a test match, becoming the only cricket team to defeat Australia in Brisbane since dash. സോ 2021 ഇന്ത്യൻ ടീം ഓസ്ട്രേലിയൻ ടീമിനെ പരാജയപ്പെടുത്തി ഗബ്ബ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്, ബിക്കമിങ് ദ ഓൺലി ക്രിക്കറ്റ് ടീം ടു ഡിഫീറ്റ് ഓസ്ട്രേലിയ ഇൻ ബ്രിസ്ബെയിൻ സിൻസ്. എത്ര വർഷമായിട്ട് അവർ കളിക്കുന്ന ഒരു ടീമിനും ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സോ സിൻസ് വെൻ? 1988. This is the first time Australia have been beaten in Brisbane in 32 years. 32 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം പരാജയപ്പെടുത്തുന്നത് ഓസ്ട്രേലിയ ബ്രിസ്ബെയിനിൽ വെച്ചിട്ട്. Last defeat at Gabba came at the hand of West Indies in 1988. Shri Sagar Kailas Ovalkar was in news for being conferred with Arjuna Award 2022 for his outstanding contribution in which of the following sports? മറ്റൊരു സ്പോർട്സ് പേഴ്സൺ who was given Arjuna Award, സാഗർ കൈലാസ് ഓവാൽക്കർ. സോ അദ്ദേഹം ഏത് ഗെയിമിനോട് റിലേറ്റഡ് ആയിരുന്നു? അദ്ദേഹം മൽഖമ്പിനോട് റിലേറ്റഡ് ആണ് കേട്ടോ. മൽഖമ്പ്, ഓപ്ഷൻ ഡി, മൽഖമ്പിനോട് റിലേറ്റഡ് ആണ്. അർജുന അവാർഡ് ലഭിച്ചിരുന്നു 2022. Major Dhyan Chand Khel Ratna Award 2022 was given to
ശരത് കമാൽ അച്ചന്ത. ഓക്കെ, അപ്പോൾ അതൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ 2022 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ശരത് കമാൽ അച്ചന്തയ്ക്കാണ്. 25 സ്പോർട്സ് പേഴ്സൺസ് റിസീവ്ഡ് അർജുന അവാർഡ് ഫോർ ദർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ 2022. 26 athletes were honored with Arjuna Award by President Draupadi Murmu. The majority awardees prominently participated in Asian Games 2023. Next question. Thomas Cup is a dash. തോമസ് കപ്പ് എന്ന് പറയുന്നത് ഒരു ആനുവൽ ഇവൻ്റ് ആണോ, ബൈനിയൽ ആണോ, ക്വാർട്ടർലി ആണോ, ട്രൈനിയലി ആണോ, എങ്ങനെ നടക്കുന്ന ഇവൻ്റ് ആണ് തോമസ് കപ്പ്? ബൈനിയൽ ആണ് കേട്ടോ. ബൈനിയൽ അതായത് 2 പ്രാവശ്യം, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് നടക്കുന്നത്. ഇത് ബാഡ്മിൻ്റൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പാണ്. അതും ചോദിക്കാം. ചിലപ്പോൾ ചില കപ്സിൻ്റെ പേര് കൊടുത്തിട്ട് അത് ഏത് ഗെയിമിനോട് റിലേറ്റഡ് ആണ് എന്ന് ചോദിക്കാം. സോ Thomas Cup, also known as World's Men's Team Championship, is a biennial badminton tournament featuring teams from countries that are members of Badminton World Federation. Badminton World Federation members ആയിട്ടുള്ള ടീംസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് എടുക്കുന്നത്. So the cup was donated in 1939 by Sir George Thomas. അതുകൊണ്ടാണ് ഇതിനെ തോമസ് കപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദുരന്ത് കപ്പ്. ദുരന്ത് കപ്പ് വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ ഡാഷ് ഇൻ ഷിംല. എപ്പോഴാണ് ദുരന്ത് കപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഷിംലയിലാണ്, 1888. ദുരന്ത് കപ്പ് ഫുട്ബോളിനോട് റിലേറ്റഡ് ആണ് കേട്ടോ. ദുരന്ത് കപ്പ് ഫുട്ബോളാണ്. അതുപോലെ കൊളംബോ കപ്പും ഫുട്ബോളാണ്. ദുരന്ത് കപ്പ് ഫുട്ബോൾ, കൊളംബോ കപ്പ് ഫുട്ബോൾ. ഡേവിസ് കപ്പ് ടെന്നീസ്. പിന്നെ ലോർഡ് ഡെർബി കപ്പ് റഗ്ബി. റൈഡർ കപ്പ് ഗോൾഫാണ്. അതുപോലെ വോക്കറും, റൈഡും വോക്കും രണ്ടും, റൈഡ് ചെയ്ത് പോവുക, നടന്നു പോവുക, രണ്ടും എന്താ, ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഊബർ കപ്പ് ബാഡ്മിൻ്റൺ ആണ്. തോമസ് കപ്പും ബാഡ്മിൻ്റൺ ആണ്. വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം, തോമസ് ഊബർ വിളിച്ച് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. നെക്സ്റ്റ്, വില്യം ജോണസ് കപ്പ് ബാസ്കറ്റ്ബോൾ ആണ്. പെനാൾട്ടി കോർണർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? പെനാൾട്ടി കോർണർ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് പെനാൾട്ടി കോർണർ വരുന്നത്? ഹോക്കിയാണ്. Who among the following sports person was awarded the Chhattisgarh Veerni Award 2021? Chhattisgarh Veerni Award 2021 ലഭിച്ചത് ഈ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ്? ദുതി ചന്ദിനാണ്. ഓക്കെ, വീർണി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഫീമെയിൽ ആകാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിഖർ ധവനും ബജ്രംഗ് പുനിയയും വരത്തില്ല. പിന്നെ ദുതി ചന്ദും PV സിന്ധുവാണ്. അതിൽ ദുതി ചന്ദിനാണ് ഛത്തീസ്ഗഡ് വീർണി അവാർഡ് 2021. So, Chhattisgarh state government established Chhattisgarh Veerni Award to recognize contribution of Indian women in different fields including sports, literature, education, law, music, history, social work and business. Okay, അപ്പോൾ ഛത്തീസ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഒരു അവാർഡാണ് ഛത്തീസ്ഗഡ് വീർണി. സ്പോർട്സ് ആവണമെന്നില്ല, സ്പോർട്സ് മാത്രമേ ആവണമെന്നില്ല, സ്പോർട്സ് ആകാം, ലിറ്ററേച്ചർ ആകാം, എഡ്യൂക്കേഷൻ, ലോ, സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി, ബിസിനസ്, മ്യൂസിക്, ഇതെല്ലാം വിഭാഗത്തിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ വനിതകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ഛത്തീസ്ഗഡ് വീർണി അവാർഡ്. ദുതി ചന്ദ് is an Indian professional sprinter and current national champion in the women's 100-meter event. Who is the first Indian woman to win Olympic medal? So ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ നേടിയത് ആരാണ്? കർണം മല്ലേശ്വരിയാണ് അല്ലേ. വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 2000 ബ്രോൺസ് മെഡലാണ് കർണം മല്ലേശ്വരിക്ക് ലഭിച്ചത്. Now, first Indian women to win Olympic medal കർണം മല്ലേശ്വരിയാണ്. ബ്രോൺസ് മെഡൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടി 2000. ഓക്കെ, എല്ലാം പോയിന്റ്സും ഓർത്ത് വെക്കണം, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. കർണം മല്ലേശ്വരിക്കാണ് എന്ത് മെഡലാണ് ലഭിച്ചത്? ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഏത് സ്പോർട്സിനോട് റിലേറ്റഡ് ആണ്? വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ഓക്കെ, വർഷം 2000. ഫസ്റ്റ് ഒളിമ്പിക്സ് ഇൻ വിച്ച് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഒളിമ്പിക്സ് 1900-ലാണ്. 1900-ൽ നോർമൻ പിച്ചാർഡ് ഫസ്റ്റ് ടീമായിട്ട് പോയത്. ഫസ്റ്റ് ഒളിമ്പിക്സ് ഇൻ വിച്ച് ഇന്ത്യ സെൻഡ് ടീം, അത് 1920-ലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുന്നേ നടക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലിരിക്കണം കേട്ടോ. 1900-ലാണ് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നോർമൻ പിച്ചാർഡാണ്. ആദ്യമായിട്ടൊരു ടീം പോകുന്നത് 1920-ലാണ്. ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചത് 1948-ൽ ഹോക്കിക്ക് വേണ്ടിയിട്ടാണ്.
ഫസ്റ്റ് ഇൻഡിവിജ്വൽ മെഡൽ ഫോർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സോ ഹോക്കി എന്ന് പറയുമ്പോൾ ഒരു ടീം ഗെയിമാണ് അല്ലേ. ഇൻഡിവിജ്വൽ മെഡൽ ലഭിച്ചത് അത് KD ജാദവിനാണ്. റെസ്ലിംഗിന് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡൽ 1952. ഒളിമ്പിക്സ് ഇപ്പോൾ ഈ വർഷം ഒളിമ്പിക്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാത്രമല്ല നേരത്തെ കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അറ്റ് വിച്ച് ഒളിമ്പിക് ഗെയിംസ് ഡിഡ് ഇന്ത്യ വിൻ എ ഗോൾഡ് മെഡൽ ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചത് ഏത് ഒളിമ്പിക്സിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ മെഡലാണോ ടീം മെഡലാണോ ഇൻഡിപെൻഡൻസിന് മുന്നേ ആണോ ശേഷമാണോ എന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചിന്തിക്കേണ്ട. ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ലഭിച്ചത് എപ്പോഴാണ്? സോ എപ്പോഴായിരുന്നു? ഓക്കെ, സോ 1928 ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചത്. അത് ഹോക്കിക്കാണ് കേട്ടോ, ഹോക്കിക്ക്. സോ 1928 സമ്മർ ഒളിമ്പിക്സ് ഫൈനൽ ഇന്ത്യ ഡിഫീറ്റഡ് നെതർലാൻഡ്സ് by 3-0 in hockey. ഓക്കെ, ഹോക്കിക്കാണ് ലഭിച്ചത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമുക്ക് ബ്രോൺസ് മെഡൽ ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിലും നമുക്ക് ഹോക്കിക്ക് ബ്രോൺസ് മെഡലാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഗോൾഡ് മെഡൽ വൺ ബൈ എനി നേഷൻ ഫ്രം ഏഷ്യ അറ്റ് മോഡേൺ ഒളിമ്പിക്സ്. ഓക്കെ, ഇപ്പോൾ ഏഷ്യയിൽ നിന്ന് തന്നെ ഒരു ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ കൺട്രി ആയിരുന്നു ഇന്ത്യ. 1928 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് ഹോക്കിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചപ്പോൾ. സോ ഇവിടെ കുറച്ച് മെഡൽസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ മെഡൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡൽ നോർമൻ പ്രിച്ചാർഡിനാണ് 1900 പാരീസ് ഒളിമ്പിക്സിൽ. അത്ലറ്റിക്സിൽ സിൽവർ മെഡലാണ് ലഭിച്ചത്. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ഇന്ത്യ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 1900-ലാണ്. അതിന് പോയത് നോർമൻ പ്രിച്ചാർഡാണ്. അപ്പോൾ പോയപ്പോൾ അദ്ദേഹത്തിന് സിൽവർ മെഡലാണ് ലഭിച്ചത്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ മെഡൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ KD ജാദവിനാണ്. ബ്രോൺസ് മെഡൽ 1952 ഹെൽസിൻകിയിൽ വെച്ച് റെസ്ലിംഗിന്, അത് ബ്രോൺസ് മെഡൽ. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷം ബ്രോൺസ് ആണ്. ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 1928 ഹോക്കിക്ക് വേണ്ടിയിട്ടാണ് ഗോൾഡ് മെഡൽ നേടുന്നത് മെൻസ് ടീം. ഫസ്റ്റ് ഗോൾഡ് മെഡൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം അതും ഹോക്കി ടീമിന് തന്നെയാണ്. 1947 നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. 1948 നടന്ന ഒളിമ്പിക്സിൽ നമുക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചു ഇന്ത്യൻ ഹോക്കി ടീമിന് തന്നെ. ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കേട്ടോ. ഫസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ല, ആക്ച്വലി ബിഫോർ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും ശരി നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ അഭിനവ് ബിന്ദ്രയ്ക്കാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ. ഫസ്റ്റ് ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾ മെഡൽസ് നേടിയ ആദ്യത്തെ വ്യക്തി നോർമൻ പ്രിച്ചാർഡ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ 2 സിൽവറാണ് ലഭിച്ചത്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ മൾട്ടി മെഡലിസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സുശീൽ കുമാർ 2008 ബെയ്ജിങ്ങിൽ ബ്രോൺസും 2012 ലണ്ടനിൽ അദ്ദേഹത്തിന് സിൽവർ മെഡലും ലഭിച്ചു റെസ്ലിംഗിന്. ഫസ്റ്റ് ഫീമെയിൽ മെഡലിസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കർണം മല്ലേശ്വരി വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടി ബ്രോൺസ് മെഡൽ 2000. ഫസ്റ്റ് ഫീമെയിൽ മൾട്ടി മെഡലിസ്റ്റ് PV സിന്ധു ആണ്. 2016 റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റന് വേണ്ടി സിൽവറും 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റന് ബ്രോൺസ് മെഡലുമാണ് PV സിന്ധുവിന് ലഭിച്ചത്. ഓക്കെ, മാക്സിമം ഹൗ മെനി ഓവേഴ്സ് ക്യാൻ എ ബോളർ ബോൾ ഇൻ ODI ക്രിക്കറ്റ് മാച്ച്? ODI വൺ ഡേ ഇൻ്റർനാഷണൽ അല്ലേ. വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചിൽ ഒരു ബോളറിന് മാക്സിമം എത്ര ഓവേഴ്സ് ബോൾ ചെയ്യാൻ പറ്റും? മാക്സിമം 10 ഓവേഴ്സ് ആണ് അല്ലേ. So in shorter version of cricket where the length of batting inning is predetermined, bowler have a limit on the number of overs they can bowl. No bowler is allowed to bowl more than 20% of their team's total deliveries. Total deliveries 20% കൂടുതൽ ബോൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാം എത്ര ശതമാനം? 20%. ദിസ് മീൻസ് ODIക്ക് അകത്ത് 50 ഓവേഴ്സ് ആണെങ്കിൽ 10 ഓവർ വരെ ബോൾ ചെയ്യാം. ഓക്കെ, സോ അതെല്ലാം നമ്മുടെ T20 ആണെങ്കിൽ അതിൽ 20 ഓവേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ 4 ഓവേഴ്സാണ് ബോൾ ചെയ്യാൻ പറ്റുന്നത്. ടെസ്റ്റ് മാച്ചിൽ നമുക്ക് ഫിക്സ്ഡ് അല്ല, ഡ്യൂറേഷൻ ഫിക്സ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ബോളിങ്ങും ഫിക്സ്ഡ് അല്ല. ക്ലിയർ? അപ്പോൾ ODIയിൽ 50 ഓവേഴ്സ് ഉള്ളതിൽ 10, T20യിൽ 20 ഓവേഴ്സ് ഉള്ളതിൽ 4, നമ്മുടെ ODIയിൽ 50യിൽ 10 20യിൽ 4 നമ്മുടെ ടെസ്റ്റ് മാച്ചിൽ ഫിക്സ്ഡ് അല്ല.
How many points are there in the fourth set of volleyball? Fourth set of volleyball എത്ര പോയിന്റ്സ് ആണ് വരുന്നത്? 25 points ആണ് ഫോർത്തിൽ. സോ മാച്ച് ഇസ് പ്ലേഡ് ബെസ്റ്റ് ഓഫ് 5 സെറ്റ്സ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് 5 ആണ് വോളിബോളിൽ നമ്മൾ കളിക്കുന്നത്. ഫസ്റ്റ് 4 സെറ്റ്സ് 25 points ആണ് ആൻഡ് ഫൈനൽ സെറ്റ് 15 points ആണ്. A team must win a set by 2 points. Which of the following states recognize the Dahi Handi as a sport event? ദഹി ഹാണ്ടി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ശ്രീകൃഷ്ണ ജയന്തിക്ക് സമയത്ത് ഇങ്ങനെ കുടത്തിൽ തൈര് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ മേളിൽ തൂക്കിയിട്ടിട്ട് കുറേ പേരും കൂടി ഇങ്ങനെ ഹ്യൂമൻ ലാഡർ പോലെ ഫോം ചെയ്ത്, അല്ലെങ്കിൽ പിരമിഡ് പോലെ ഫോം ചെയ്ത് മുകളിൽ കയറിയിട്ട് അത് അടിച്ചു പൊട്ടിക്കുക. ഇതാണ് ദഹി ഹാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരു സ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയാണ് കേട്ടോ, മഹാരാഷ്ട്ര. ദഹി ഹാണ്ടി വിൽ ബി റെക്കഗ്നൈസ്ഡ് ആസ് എൻ ഒഫീഷ്യൽ സ്പോർട്ട് ഇൻ മഹാരാഷ്ട്ര. ചീഫ് മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെ അനൗൺസ് ചെയ്തു. ഹി ഓൾസോ അനൗൺസ് ദാറ്റ് പ്രോ ദഹി ഹാണ്ടി കോമ്പറ്റീഷൻ വിൽ ബി ഓർഗനൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഗോവിന്ദാസ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെയാണ് ഗോവിന്ദ എന്ന് പറയുന്നത്. ഗോവിന്ദാസ് വിൽ ഗെറ്റ് ജോബ് അണ്ടർ ദ സ്പോർട്സ് കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് സ്പോർട്ടായിട്ട് എടുക്കാൻ പോവുകയാണ് ദഹി ഹാണ്ടി. ആൻഡ് പ്രോ ദഹി ഹാണ്ടി കോമ്പറ്റീഷൻ, ലൈക്ക് നമ്മുടെ പ്രോ കബഡി ലീഗൊക്കെ ഇല്ലേ, അതുപോലെ പ്രോ ദഹി ഹാണ്ടി കോമ്പറ്റീഷൻ നടത്തും. ഗോവിന്ദാസിന് സ്പോർട്സ് കാറ്റഗറിയിൽ ജോബും കൊടുക്കും. ദഹി ഹാണ്ടി ഇസ് എ ഒക്കേഷൻ വിച്ച് ഇസ് കണക്റ്റഡ് ടു ഹിന്ദു ഫെസ്റ്റിവൽ ഓഫ് ശ്രീകൃഷ്ണ ജയന്തി. ഓക്കെ, Who among the following is an Indian professional tennis player? ഈ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആരാണ്? അങ്കിത റൈന. അങ്കിത റൈന. ഷീ ഈസ് എ കറന്റ് നമ്പർ 1 ഇൻ വിമൻസ് സിംഗിൾ ആൻഡ് ഡബിൾ. ഓക്കെ, അങ്കിത റൈന കറന്റ് നമ്പർ 1 ആണ് വിമൻസ് സിംഗിൾ ആൻഡ് ഡബിൾസിൽ. ശാന്തി മലിക് ഫസ്റ്റ് ഫീമെയിൽ ഫുട്ബോളർ അർജുന അവാർഡിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫീമെയിൽ ഫുട്ബോളർ അർജുന അവാർഡ് ലഭിച്ചതാണ് ശാന്തി മലിക്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന് മുന്നേ. അദിതി ചൗഹാൻ ഫുട്ബോളറാണ്. ബാലാദേവിയും ഫുട്ബോളറാണ്. Who among the following players is associated with javelin throw? നീരജ് ചോപ്ര, പങ്കജ് അഡ്വാനി, സൗരഭ് ചൗധരി, മണിക ബത്ര. വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജാവലിൻ ത്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നീരജ് ചോപ്രയാണ് അല്ലേ. 2020 സമ്മർ ഒളിമ്പിക്സിന് ഗോൾഡ് മെഡൽ നേടിയിരുന്നു ആൻഡ് 2024 പാരീസ് ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. സോ നീരജ് ചോപ്ര ജാവലിൻ ത്രോവർ. ഹി ഈസ് എ റെയിനിങ് ഒളിമ്പിക്സ് ചാമ്പ്യൻ. ഓക്കെ, ആയിരുന്നു. ജസ്റ്റ് റീസെൻ്റ്ലി ആണ് അതിൽ വ്യത്യാസം വന്നത്. Silver medalist in the world champion and the Diamond League champion in javelin throw. First Asian athlete to win a Olympics gold medal in men's javelin throw. Okay, ഏഷ്യയിൽ നിന്ന് തന്നെ ആദ്യത്തെ വ്യക്തിയായിരുന്നു to get gold medal in javelin throw. 2022 Pavo Numi ഗെയിംസിൽ റെക്കോർഡഡ് നാഷണൽ റെക്കോർഡ്, ന്യൂ നാഷണൽ റെക്കോർഡ് 89.3. 2020 ഡയമണ്ട് ലീഗിൽ 89.94. 2023 വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യനിൽ 88.17 മീറ്റേഴ്സ് ആയിരുന്നു. 2023 നടന്ന 2022 ഏഷ്യൻ ഗെയിംസിൽ ഹി ഗോട്ട് ഗോൾഡ് മെഡൽ വിത്ത് 88.88 മീറ്റേഴ്സ്. The first Para-Olympic Games were held in which year? Para-Olympics ആദ്യമായിട്ട് നടക്കുന്നത് ഏത് വർഷമാണ്? ഫസ്റ്റ് പാരാ-ഒളിമ്പിക്സ് 1960 കേട്ടോ. 1960 ഫസ്റ്റ് പാരാ ഒളിമ്പിക്സ് നടക്കുന്നത്. അത് റോമിലാണ് നടന്നത്, റോമിൽ. സമ്മർ ഒളിമ്പിക്സ് അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് വിൻ്റർ പാരാ ഒളിമ്പിക്സ് നടക്കുന്നത്, സമ്മർ പാരാ ഒളിമ്പിക്സ് 2024 പാരീസ് ആണ്. ഓക്കെ, സമ്മർ പാരാ ഒളിമ്പിക്സ് ആണ് ഇത്. സമ്മർ പാരാ ഒളിമ്പിക്സ് 2024 ഇത് പാരീസിലാണ് നടക്കുന്നത്. ആൻഡ് വിൻ്റർ പാരാ ഒളിമ്പിക്സ് ലാസ്റ്റ് നടന്നത് 2022 ബെയ്ജിങ്ങിലാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. നമ്മൾ ഇന്നത്തെ സെഷനിൽ സ്പോർട്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കണ്ടു ഒരുപാട് ചോദ്യങ്ങൾ ഒളിമ്പിക്സിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലേക്കുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ, ലൈക്ക് ഇപ്പം നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഒളിമ്പിക്സ് ഗെയിംസ്, അതിനോട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ആപ്പിലും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.